അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയറിലെ പേപ്പർ 3യിൽ നിന്നുള്ള ഡിസബിലിറ്റി മാനേജ്മെന്റിൽ വരുന്ന ഡിസബിലിറ്റി ആക്ട് 1995 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസബിലിറ്റി ആക്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട്. ഓക്കെ, ഡിസബിലിറ്റി ആക്ട് 1995. അപ്പൊ നമുക്ക് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, നമുക്കറിയാം എന്തൊക്കെ ഈ PWD ആക്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PWD ആക്ട് വന്നിട്ടുള്ളത്. ഓക്കെ, PWD ആക്ട് എൻഷോർസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ഡിസേബിൾഡ്. ഓക്കെ, ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ഫെബ്രുവരി 1996. ഓക്കെ, എന്നാണ് വന്നിട്ടുള്ളത്? 1996 ഫെബ്രുവരിയിലാണ് PWD ആക്ട് അല്ലെങ്കിൽ ഡിസബിലിറ്റി ആക്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പ്രൊവിഷൻസ് ഓഫ് ഡിസബിലിറ്റി ആക്ട്. ഫസ്റ്റ് വൺ ഇസ് പ്രിവെൻഷൻ ആൻഡ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസബിലിറ്റി. നമ്മൾ ഡിസബിലിറ്റി വരുന്നതിന് മുമ്പ് തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യുക, പിന്നെ ഏർലി ഡിറ്റക്ട് ചെയ്യുക. ഡിസബിലിറ്റിനെ നമ്മൾ ഏർലി ഡിറ്റക്ട് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, റൈറ്റ് ടു പ്രീ എഡ്യൂക്കേഷൻ ടിൽ 18 ഇയേഴ്സ്. 18 വയസ്സ് വരെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതിനുള്ള റൈറ്റ്സ് ഈ ഡിസബിലിറ്റി പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് 3% റിസർവേഷൻ ഇൻ ഗവൺമെന്റ് ജോബ്സ്. ഈ ഡിസബിലിറ്റി ആക്ടിൽ പറയുന്നത് 3% റിസർവേഷൻ ഇൻ ഗവൺമെന്റ് ജോബ്സ്. ഓക്കെ, അടുത്തത് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ഡിസൈൻഡ് പബ്ലിക് പ്ലേസസ് ആൻഡ് ട്രാൻസ്പോർട്ട്. എന്താണ് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ഡിസൈൻ എന്ന് പറയുന്നത്? അതായത് നമ്മൾ സ്റ്റെപ്സിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലോപ്സ് ഇല്ലേ, അതായത് റാംപ്സ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് റാംപ്സ് പ്രൊവൈഡ് ചെയ്യുക, ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ഡിസൈൻഡ് പ്ലേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റിസർച്ച് ആൻഡ് മാൻ പവർ ഡെവലപ്മെന്റ്. റിസർച്ച് കൂട്ടുക, പിന്നെ ഈ ഡിസേബിൾഡ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രൊഫഷണൽസിന്റെ മാൻ പവർ കൂട്ടുക. ഓക്കെ, അടുത്തത് സോഷ്യൽ സെക്യൂരിറ്റി. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താടാ? അതായത് അവർക്ക് പെൻഷൻസ്, അവർക്ക് കുറെ ഗ്രാൻഡ്സ് ഉണ്ട് അല്ലേ, അതൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഡിസബിലിറ്റി ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസ് ആണ്. ഓക്കെ, അടുത്തത് ഗ്രേവിയസ് പരിഹാരമാണ്. അതായത് വയലേഷൻ, ഇവർക്കെതിരെ എന്തെങ്കിലും റൈറ്റ്സ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാനായിട്ട്. അതാണ് നമ്മുടെ ഡിസബിലിറ്റി ആക്ടിൽ പറയുന്നത്. ഓക്കെ, ഇതിൽ പറയുന്നത് 7 ടൈപ്സ് ഓഫ് ഡിസബിലിറ്റി ആണ് പറയുന്നത്. ബ്ലൈൻഡ്നെസ്, പിന്നെ ലോ വിഷൻ, ലെപ്രസിക്വേർഡ്. എന്താണ് ലെപ്രസി പറഞ്ഞത്? ലെപ്രസി വഴി നമുക്ക് ഡിഫോമിറ്റീസ് ഉണ്ടാവില്ലേ, അതാണ് ലെപ്രസിക്വേർഡ്. ഹിയറിംഗ് ഇമ്പയർമെന്റ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, മെന്റൽ റിട്ടാർഡേഷൻ, മെന്റൽ ഇൽനെസ്. ഈ 7 ഡിസീസ് ആണ്, ഈ 7 ഡിസബിലിറ്റീസ് ആണ് നമ്മുടെ ഡിസബിലിറ്റി ആക്ടിൽ പറയുന്ന 7 ടൈപ്സ് ഓഫ് ഡിസബിലിറ്റി പറയുന്നത്. ഓക്കെ, നമ്മുടെ ഡിസബിലിറ്റി ആക്ട് 1995 പോയിട്ട് വന്നിട്ടുള്ള ആക്ട് ആണ് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 2060. അതായത് നമ്മുടെ PWD ആക്ട് പോയിട്ട് 2016 വന്നിട്ടുള്ള ആക്ട് ആണ് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്രസ്സസ് ദി ഒബ്ലിഗേഷൻ ടു UNCRPD. UNCRPD എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. നമ്മുടെ ഇന്ത്യ സൈൻ ചെയ്തതിന് ശേഷമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് സൈൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഇത് വന്നിട്ടുള്ളത് അല്ലെ. സോ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് നടപ്പിലാക്കാനായിട്ടാണ് UNCRPD സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ് ഇൻക്രീസ്ഡ് ഫ്രം 7 to പറഞ്ഞിട്ട് 7 ഡിസബിലിറ്റീസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ 21 ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഏത് ആക്ട് പ്രകാരം? റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 2060 പ്രകാരം. ഓക്കെ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഷുഡ് എൻജോയ് ദെയർ റൈറ്റ്സ്. അവരുടെ റൈറ്റ്സ് അവർക്ക് നന്നായിട്ട് തന്നെ യൂസ്ഫുൾ ആയിരിക്കണം അല്ലെ. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഷുഡ് എൻജോയ് ദെയർ റൈറ്റ്സ്. അടുത്തത് റിസർവേഷൻ. ഹയർ എഡ്യൂക്കേഷൻ നോട്ട് ലെസ് ദാൻ percentage, government jobs not less than 4%, reservation in location of poverty alleviation schemes 5%. ഹയർ എഡ്യൂക്കേഷന് 5ൽ കുറയാത്ത വിധം നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് ജോബ്സിന് നോട്ട് ലെസ് 4%. പിന്നെ നമ്മുടെ സ്കീംസ്, അതായത് പോവർട്ടി അലിവേഷൻ സ്കീം പോലുള്ള റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത പറഞ്ഞ പോലെ തന്നെ 6 to 18 ഇയേഴ്സ് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗാർഡിയൻഷിപ്പ് ഓഫ് ഗാർഡിയൻഷിപ്പ് പ്രൊവൈഡ് ഡിസ്ട്രിക്ട് കോർട്ടാണ് നമ്മുടെ ഗ്രാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അതോറിറ്റീസ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ്സ് ഓൺ ഡിസബിലിറ്റി. അതായത് ഈ ആക്ട് വന്നതിന് ശേഷം നമ്മൾ പറയുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് ഉണ്ടായിരിക്കണമെന്നാണ്, ഈ ഡിസബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ചീഫ് കമ്മീഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ്. ഈ ഓഫീസും ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് പെനാൽറ്റീസ് ഫോർ ദി വയലേഷൻ ഓഫ് പ്രൊവിഷൻസ് ഓഫ് ദാറ്റ്. ഈ റൈറ്റ്സ് എന്തെങ്കിലും വയലേറ്റ് ചെയ്യപ്പെട്ടാൽ എന്തുണ്ട്? പെനാൽറ്റീസ് എന്നാണ്.
ഡിസബിലിറ്റി ആക്ടിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന്റെ പ്രൊവിഷൻസ് പറഞ്ഞു, അതായത് പ്രിവെൻഷൻ ആൻഡ് ഏർലി ഡിറ്റക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ഡിസൈൻ്റെ പബ്ലിക് പ്ലേസ്, സോഷ്യൽ സെക്യൂരിറ്റി, റിസർച്ച് ആൻഡ് മാൻപവർ ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് നമ്മുടെ PWD ആക്ടിൽ പറയുന്നത്. പിന്നെ അതിനകത്ത് പറയുന്ന 7 ഡിസബിലിറ്റീസ് ഉണ്ട്. ബ്ലൈൻഡ്നെസ്, ലോ വിഷൻ, ലെപ്രസി ക്യൂർഡ്, മെന്റൽ റിട്ടാർഡേഷൻ, മെന്റൽനെസ്. അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാണ് നമ്മുടെ വന്നിട്ടുള്ള റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 വന്നിട്ടുള്ളത്. ഏതിൽ സൈൻ ചെയ്തതിനു ശേഷമാണ് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഓക്കെ, പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ 7 ഡിസബിലിറ്റി പോയിട്ട് 21 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ നോട്ട് ലെസ് ദാൻ 5%, ഗവൺമെന്റ് ജോബ്സിന് നോട്ട് ലെസ് ദാൻ 4%, അലോക്കേഷൻ ഓഫ് ലാൻഡ് പോവർട്ടി സ്കീംസിൽ 5%. ഈ ഓഫീസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും ഈ ആക്ട് എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ പെനാൽറ്റീസ് ഉണ്ടായിരിക്കും എന്നാണ് നമ്മുടെ ഈ ആക്ടിൽ പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഡിസബിലിറ്റി ആക്ട് നന്നായിട്ട് എഴുതാം. താങ്ക് യു.